എല്ലാ മാന്യ പ്രേക്ഷകർക്കും മസാല ബേയുടെ റംദാൻ വിഭവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് വളരെയധികം പരിചിതമായ മിഥുനാണ്, മസാല ബേയുടെ ഷെഫ് മിഥുൻ. ഇന്ന് നമ്മൾക്കായി എന്താണ് ഏത് ഡിഷാണ് മിഥുൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മൾ ഡ്രാഗൺ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഡ്രാഗൺ ചിക്കൻ ആണ് മിഥുൻ ഉണ്ടാക്കി തരാൻ പോകുന്നത്. കോമൺ ഡിഷാണ് എങ്കിൽ പോലും നമ്മുടെ ഡ്രാഗൺ ചിക്കൻ മസാല ബേയിലെ ഡ്രാഗൺ ചിക്കൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെയാണ്. വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഓക്കെ, വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഓക്കെ, സോൾട്ട്, ഷുഗർ, ടൊമാറ്റോ സോസ്, ഓക്കെ, പിന്നെ നമ്മുടെ ചില്ലി പേസ്റ്റ് ബോയിൽ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് എണ്ണയിൽ ഓക്കെ സോട്ട് ചെയ്തതാണ് ചില്ലി പേസ്റ്റ്. ഓക്കെ, പിന്നെ ഉണക്കമുളക്, സ്പ്രിംഗ് ഓണിയൻ, ഓക്കെ, ബാറ്ററിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പിന്നെ പറയാം. ഓക്കെ, പിന്നെ ഷ്രെഡഡ് ചിക്കൻ, ഓക്കെ, ഷ്രെഡഡ് ചിക്കൻ, ഉപയോഗിക്കുന്നത്. ഓക്കെ, നീളത്തിൽ സ്ലൈസ് ചെയ്ത ചിക്കനാണ്. പിന്നെ ക്രഷ്ഡ് ചില്ലി, ചോപ്ഡ് ഓണിയൻസ് ആൻഡ് കാഷ്യൂനട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പം ആദ്യം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഡ്രൈ ചില്ലി എരിവിനനുസരിച്ച് ഡ്രൈ ചില്ലി ഒന്ന് പൊടിച്ച് ഇടാം. ഓക്കെ, കാഷ്യൂനട്ട് എത്ര ഇത് ഇടണം? ഓക്കെ, 2 സ്പൂൺ കാഷ്യൂനട്ട്. ചോപ്ഡ് ഗാർലിക് ഇച്ചിരി കൂടുതൽ വേണം ജിഞ്ചറിനെ അപേക്ഷിച്ച്. ഓക്കെ, സോ കുറച്ച് ഏറെ ഗാർലിക് ഇച്ചിരി കൂടുതൽ മുമ്പോട്ട് വേണം. ജിഞ്ചർ ഒരു ഇച്ചിരി മതി ടേസ്റ്റിനനുസരിച്ച്. ഓക്കെ, ഒരു ഫ്ലേവർ കിട്ടാൻ. പിന്നെ ചോപ്പ്ഡ് ചില്ലി. ഓക്കെ, നമ്മളിതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഗ്രീൻ ചില്ലിയും ഇടാൻ. നമുക്ക് ഇത് ഗാർലിക് ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, ചോപ്പ്ഡ് ഓണിയൻ ഇടാം. ചോപ്ഡ് ഓണിയൻ ഇട്ടു നമ്മൾ. ബാക്കി എല്ലാം ഒന്ന് സോട്ടായിട്ടുണ്ട്. അപ്പം ഓണിയൻ നന്നായിട്ട് നല്ല ബ്രൗൺ ഒരു ഷെയ്ഡായിരിക്കണം. അപ്പം എല്ലാം ഒന്ന് നല്ല മണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കും. ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ക്വാണ്ടിറ്റി? ഓക്കെ, 2 സ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. സ്വീറ്റാണ്, ചെറിയ സ്വീറ്റും ഉണ്ടാവും. ഓക്കെ, ഷുഗർ കുറച്ച് ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ചില്ലി പേസ്റ്റ്, ഇവർ തന്നെ ഉണ്ടാക്കുന്ന ചില്ലി പേസ്റ്റാണിത്. ഇത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് ഒരുപാട് സ്പൈസി ഉണ്ടാകത്തില്ല. ഇതിൻ്റെ സോസ് ഏകദേശം റെഡിയാണ്. ഓക്കെ, രണ്ടാമത്തെ ഇത് ചിക്കൻ കോട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ. ഇതിൽ കോൺഫ്ലോർ, സോൾട്ട്, ലൈറ്റ് ഓക്കെ, കുറച്ച് ഷുഗർ ഇതെല്ലാമായിട്ട് മിക്സ് ചെയ്ത് ഈ കുറച്ച് മൈദ ആക്കിയിടണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്കെ, നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇത് ഒഴിക്കുവാണ്. ഓക്കെ, നമ്മുടെ ഡ്രാഗൺ ചിക്കനിലെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ചിക്കൻ ഒരു ഓൾമോസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി. സോ അപ്പോൾ എടുക്കാറായി അല്ലേ? ഇത് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച സോസിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇനി മുന്നുണ്ടാക്കി വെച്ച സോസിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യും. അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ക്രഷ്ഡ് ചില്ലിയും. ഓക്കെ, ഇനിയും ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിലിടാൻ. അപ്പോൾ ക്രഷ്ഡ് ചില്ലി ഒന്ന് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻസും കുറച്ചൊന്ന് മേലക്കോടെ സ്പ്രിങ്കിൾ ചെയ്യുക. ഡ്രാഗൺ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യട്ടെ.
അടിപൊളിയാണ്, നല്ല നല്ല രസമുണ്ട്. സോ ഇന്നത്തെ മസാല ബേ റംദാൻ വിഭവം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം കാത്തറിൻ.